നമസ്കാരം. ഗവർണർ നേരിട്ട് സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം നടത്തിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചതും പിന്നാലെ മുഖ്യമന്ത്രി വി സതീശന്റെ ആ തീപ്പൊരി പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോൾ മഹാനടന്മാരായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വരെ ഈ പൂക്കി CM കവച്ചു വെക്കുമോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോയി. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ എഴുതിയ ഒരു പ്രതിഷേധ കുറിപ്പുണ്ട്. അതൊന്നും ആദ്യം തന്നെ ഞാനൊന്ന് വായിക്കാം. ഇത്രയും ഗൗരവതരമായ ഒരു വിഷയം മുഖ്യമന്ത്രി അറിയുന്നത് പത്രവാർത്തകളിലൂടെയാണത്രേ. എക്സിക്യൂട്ടീവിന്റെ തലവനായ മുഖ്യമന്ത്രിയെ അറിയിക്കുക പോലും ചെയ്യാതെ ഉദ്യോഗസ്ഥർ ഗവർണർ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുകയോ? ഭരണം യഥാർത്ഥത്തിൽ ആരാണ് നിയന്ത്രിക്കുന്നത്? ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അധികാരത്തിലുള്ളപ്പോൾ ഗവർണറുടെ കടമ മന്ത്രിസഭയുടെ ഉപദേശക നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ്. അല്ലാത്ത ഏത് നടപടിയും ഭരണഘടനാ ലംഘനമാണ്. ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തിൽ പ്രതിപക്ഷം വിമർശനം ഉയർത്തിയിട്ടും മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. പകരം വിഷയം ലഘൂകരിച്ച് ഓഫീസ് പത്രക്കുറിപ്പ് ഇറക്കുക മാത്രമാണ് ചെയ്തത്. ഗവർണർക്ക് ചീഫ് സെക്രട്ടറിയെ കൊണ്ട് കത്തയപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ കത്ത് പുറത്തു വിട്ടിട്ടുമില്ല. ഗവർണർക്ക് എതിരായതുകൊണ്ടാണോ മുഖ്യമന്ത്രി നേരിട്ട് കത്തയക്കാതിരുന്നത്? പ്രതിപക്ഷം ഉന്നയിച്ചില്ലെങ്കിൽ ഈ ദുർബലമായ പ്രതികരണം പോലും ഉണ്ടാകുമായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി വി സതീശനോട് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഈ നാട്ടില് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? തോന്നിപ്പോവുകയാണ്. സത്യത്തിൽ കേരളം ഭരിക്കുന്നത് സംഘപരിവാറോ അതോ സംഘപരിവാർ ഏജന്റോ? സംശയം ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഇപ്പോൾ ഉണ്ട്. കാരണം ഉടനീളം അത്തരം ഒരു മാറ്റം നമ്മൾ കാണുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങ് മുതൽ മാറ്റം പ്രകടമായിരുന്നു എന്നുള്ളതാണ്. പതിവിന് വിരുദ്ധമായി സത്യപ്രതിജ്ഞാ വേദിയിൽ വന്ദേ മാതരം പൂർണ്ണതോതിൽ ആലപിച്ചു. അക്കാര്യം നേരത്തെ അറിഞ്ഞില്ലെന്ന് മുഖ്യമന്ത്രി പിന്നീട് നിസ്സഹായത പ്രകടിപ്പിച്ചു. ഒരു പ്രത്യേക രീതിയിലുള്ള ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കി. പക്ഷേ ഗവർണറെ അതൃപ്തി അറിയിക്കാൻ പോലുമുള്ള ആർജവം മുഖ്യമന്ത്രിക്ക് ഉണ്ടായില്ല എന്ന കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. വന്ദേ മാതരം ഇന്നത്തെ ഇന്ത്യയിൽ വെറും ഒരു ഗീതം മാത്രമല്ലെന്ന് എല്ലാവർക്കും അറിയാം. വിദ്വേഷത്തിന്റെ ശക്തികൾ വന്ദേ മാതരത്തെ വർഗീയ ലക്ഷ്യത്തോടെ ഉപയോഗിക്കുന്ന കാലമാണിത്. രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് വന്ദേ മാതരത്തിന്റെ സർവസ്വീകാര്യമായുള്ള ആദ്യ ഭാഗം മാത്രം ആലപിച്ചാൽ മതിയെന്നും പൂർണ്ണതോതിൽ ആലപിക്കേണ്ടതില്ലെന്നുമാണ് രാഷ്ട്രശില്പികൾ എത്തിച്ചേർന്ന പൊതു തീരുമാനം. ഇന്ത്യയിൽ പിന്തുടർന്നത് ഈ തീരുമാനത്തെയാണ്. എന്നാൽ ഭരണഘടനയെ പോലും അംഗീകരിക്കാത്ത RSS വന്ദേ മാതരത്തെ വർഗീയ ലക്ഷ്യത്തോടെ ഉപയോഗിക്കുകയാണ്. വന്ദേ മാതരം പൂർണ്ണതോതിൽ ആലപിക്കണമെന്നാണ് പുതിയ തീട്ടൂരം. ഇതിന്റെ ചുവട് പിടിച്ചാണ് ലോക്ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം പൂർണ്ണതോതിൽ ആലപിക്കാനുള്ള നിർദ്ദേശമെത്തിയത്. വർത്തമാനകാല ഇന്ത്യയിൽ വന്ദേ മാതരം എന്നത് സംഘപരിവാർ പുറപ്പെടുവിക്കുന്ന മരണ വാറന്റിന്റെ പേരായി കൂടി മാറിയിരിക്കുകയാണ്. ഗുജറാത്തിലെ വംശഹത്യാ കാലത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ഇഹ്സാൻ ജാഫ്രി കൊല്ലപ്പെട്ട വാർത്ത നമുക്ക് ആർക്കും മറക്കാൻ കഴിയാത്തതാണ്. പാർലമെന്റ് അംഗമായിരുന്ന ആ വയോധികനെ വെട്ടിനുറുക്കി കത്തിക്കുന്നതിന് മുമ്പ് വർഗീയ ഭ്രാന്തന്മാർ ആജ്ഞാപിച്ചത് ഇതേ വന്ദേ മാതരം ചൊല്ലാനായിരുന്നു. ജീവൻ പോകുമെന്നായപ്പോഴും ആ ഭീഷണിക്ക് വഴങ്ങാൻ ഇഹ്സാൻ ജാഫ്രി തയ്യാറായില്ല എന്നുള്ളതാണ്. വർഗീയ ഭ്രാന്തന്മാർ അദ്ദേഹത്തെയും കുടുംബങ്ങളെയും നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞു. വർഗീയവാദികളുടെ വാർഡിന് മുന്നിൽ വയോധികനായ ഇഹ്സാൻ ജാഫ്രി തലയുയർത്തി നിന്നുവെങ്കിൽ ഗവർണറുടെ മുന്നിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുട്ടിലിഴയുകയാണ്, തല കുനിക്കുകയാണ്. ഈ വന്ദേ മാതരം അങ്ങനെയാണ് ആലപിക്കുന്ന സാഹചര്യം ഉണ്ടായതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നിയമസഭാ സമ്മേളനത്തിലും ആദ്യമായി ഇത്തവണ വന്ദേ മാതരം മുഴങ്ങി. എതിർപ്പിന്റെ നേരിയ സ്വരം പോലും ഉയർത്താതെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം പൂർണ്ണതോതിൽ ആലപിച്ച UDF സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ട് RSS മുഖപത്രമായ ഓർഗനൈസറിൽ ലേഖനവും വന്നു. പുതിയ സർക്കാരിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ RSSന്റെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞ ഇന്ത്യയിലെ ഏക NDA ഇതര മുഖ്യമന്ത്രിയാണ് വി സതീശൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇത് മാത്രമല്ല, സർക്കാരിന്റെ ദിശാസൂചന മൊത്തത്തിൽ ഒന്നെടുത്ത് പരിശോധിച്ചാൽ പുതിയ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാലും കേന്ദ്രത്തിനെതിരായ വിമർശനത്തിന്റെ ചെറുവാക്ക് പോലും നമുക്ക് കാണാൻ കഴിയില്ല. കേരളത്തിന് അർഹതപ്പെട്ട പണം തടഞ്ഞുവെച്ചും മറ്റെല്ലാ വിധത്തിലും മലയാളികളെ ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായ ഒരു വിമർശനവും ആ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്താൻ സർക്കാരിന് ആർജവം ഉണ്ടായില്ല എന്നുള്ളതാണ്. 10 വർഷങ്ങൾക്ക് ഇപ്പുറം ആദ്യമായാണ് കേന്ദ്ര വിമർശനമില്ലാത്ത നയപ്രഖ്യാപന പ്രസംഗം നടക്കുന്നത് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ മുൻ സർക്കാർ ഗവർണറുമായി നിരന്തരം ഏറ്റുമുട്ടിയത് ഇവിടെ ഓർക്കേണ്ടതുണ്ട്. മതനിരപേക്ഷതയ്ക്കും കേരളത്തിന്റെ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള അത്തരം ഏറ്റുമുട്ടലുകൾ അവസാനിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. നയപ്രഖ്യാപനത്തെ പൂർണ്ണമായി പിന്തുണച്ച BJP ഇത്
തങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണെന്ന് ആവേശം കൊണ്ട് പറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയെ സന്ദർശിച്ച് പിന്തുണ അറിയിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എൻ.ഡി.എയുടെ കൺവീനറും മുഖ്യമന്ത്രിയെ സന്ദർശിച്ചത് തുഷാർ വെള്ളാപ്പള്ളി ഈ വി.ഡി. സതീശനെ സന്ദർശിച്ച് പൂച്ചെണ്ട് നൽകി അഭിനന്ദിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇതെല്ലാം സമീപകാല കേരള ചരിത്രത്തിലെ ആദ്യ അനുഭവങ്ങളാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ചുമതലയേറ്റ ഉടൻ മുഖ്യമന്ത്രി തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് കടുത്ത സംഘപരിവാർ ആഭിമുഖ്യം പുലർത്തുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെയാണ്. ഈ മൂപ്പരാരാണെന്ന് അറിയാമല്ലോ. ചീഫ് ഇലക്ട്രൽ ഓഫീസറായിട്ട് ഇരിക്കുമ്പോഴാണ് സ്വന്തം ഓഫീസിൽ നിന്ന് ബി.ജെ.പിയുടെ സീൽ പതിച്ച ഒരു സർക്കുലർ വിതരണം ചെയ്തത് എന്ന് ഓർക്കണം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസ് ബി.ജെ.പി ഓഫീസായി മാറിയെന്ന വിമർശനത്തിനിടയാക്കിയ ഉദ്യോഗസ്ഥനെ, അതായത് രത്തൻ കേൽക്കറിനെ തിരഞ്ഞുപിടിച്ച് പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയത് വ്യക്തമായ ഉദ്ദേശത്തോടെ തന്നെയാണ്. മുഖ്യമന്ത്രി ആയ ശേഷം പ്രധാനമന്ത്രിയെ സന്ദർശിക്കാനായി ഡൽഹിയിലെത്തിയ വി.ഡി. സതീശന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാത്ത മുഖ്യമന്ത്രി ആയിരുന്നിട്ടും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെ കാണാൻ ഒരു തടസ്സവും ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്നാൽ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ആയിരുന്നിട്ടും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് അമിത്ഷായെ കാണാനാകാതെ മടങ്ങേണ്ടി വന്നു. വി.ഡി. സതീശന്റെ മുന്നിൽ തുറന്ന കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ വാതിൽ വിജയുടെ മുന്നിൽ അടഞ്ഞത് എന്തുകൊണ്ടെന്ന ചോദ്യം പ്രസക്തമല്ലേ? മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ സംഘപരിവാർ വിധേയനായ സ്വയം സേവകൻ വൈസ് ചാൻസലറായി നിയമിക്കപ്പെടുകയും ഉടൻ തന്നെ സെനറ്റ് RSS ശാഖയായി മാറുകയും ചെയ്തത് വാർത്തയായപ്പോഴും എതിർപ്പിന്റെയോ വിമർശനത്തിന്റെയോ നേരിയ ശബ്ദം പോലും മുഖ്യമന്ത്രി വി.ഡി. സതീശനിൽ നിന്നോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജിയിൽ നിന്നോ ഉണ്ടായില്ല, നമ്മൾ കേട്ടില്ല എന്നുള്ളതാണ്. ഗവർണറുമായി വഴക്കിടാൻ താനില്ലെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത്. ഒന്ന് ഓർക്കണേ, ഗവർണറുമായി ഇതുവരെ കേരളത്തിലുണ്ടായ വഴക്കുകൾ മതനിരപേക്ഷത സംരക്ഷിക്കാനും RSSന്റെ വർഗീയതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതിരിക്കാനും വേണ്ടിയായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. RSSന്റെ ഇംഗിത പ്രകാരം PM ശ്രീ പദ്ധതിയുമായി UDF സർക്കാർ മുന്നോട്ടു പോകുമെന്ന കാര്യവും ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. LDF സർക്കാർ നടപ്പാക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ച PM ശ്രീ പദ്ധതി പൊടി തട്ടി പുറത്തെടുക്കുകയാണ് വി.ഡി. സതീശന്റെ സർക്കാർ. അധികാരമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം PM ശ്രീ പദ്ധതിയുടെ നടത്തിപ്പുകാരായ കോൺഗ്രസിന് കേരളത്തിൽ മാത്രമായി മറ്റൊരു നയം ഉണ്ടാകില്ലല്ലോ. ഇത് സംബന്ധിച്ചുണ്ടായ വിവാദങ്ങളും UDF നേതാക്കളുടെ അന്നത്തെ ഒരു വലിയ രീതിയിലുള്ള അറിയാമല്ലോ ഗിമ്മിക്ക് പ്രസ്താവനകളും എല്ലാം വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായിരുന്നുവെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണും. അധികാരം ഏറ്റെടുത്ത് കേവലം ഒരു മാസത്തിനുള്ളിലാണ് RSSന്റെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാനും ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റിനെ നേരിട്ടുള്ള പിന്തുണ സ്വീകരിക്കാനും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അവസരമുണ്ടായത്. ഗോൾവാക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി താണു വണങ്ങി നിന്നിടത്തു നിന്ന് വി.ഡി. സതീശൻ ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സംഘപരിവാറിന്റെ വർഗീയ അജണ്ടകൾക്കെതിരെ ഒരു വാക്കുകൊണ്ട് പോലും പ്രതിരോധം തീർക്കാൻ UDF സർക്കാർ തയ്യാറല്ലെന്ന സന്ദേശമാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ വി.ഡി. സതീശൻ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ജയിക്കുകയും ബി.ജെ.പി ഭരിക്കുകയും ചെയ്യുന്ന സംസ്ഥാനമായിരിക്കും കേരളം എന്ന വ്യക്തമായ സൂചനയാണ് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ സർക്കാരിലൂടെ, ആ സർക്കാരിന്റെ ഭരണത്തിലൂടെ ആദ്യ മാസം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും വി.ഡി. സതീശൻ സർക്കാർ കേന്ദ്രത്തെ തഴുകി സംഘപരിവാറിനെ തഴുകി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ നിങ്ങളെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആരാണ് റിയൽ മുന്നേ എന്നും ആരാണ് റിയൽ CJP എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. CJP എന്ന് വെച്ചാൽ അറിയാമല്ലോ, നേരത്തെ CJP കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത പല കള്ളങ്ങളൊക്കെ പറഞ്ഞ് ഒരു സംഘപരിവാർ ചാപ്പ് കുത്താൻ വേണ്ടി UDF ശ്രമം നടത്തുന്നുണ്ടായിരുന്നല്ലോ. എന്നാൽ അതിന്റെ യഥാർത്ഥ ഫുൾ ഫോം കോൺഗ്രസ് ജനതാ പാർട്ടി എന്നാണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. മുന്നമാരെ ശരിക്കും ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.